മന്ത്രിസഭയിലെ അംഗം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഐഷ പോറ്റിയുടെ അമ്പേറ്റ് തോക്കുന്നത് കാണുമ്പോൾ കൂടി അത് പറയണം. ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത്, ഞങ്ങൾക്ക് വേണ്ടി ആ പണി ആകെ എടുത്തത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഐഷ പോറ്റി സത്യം പറഞ്ഞാൽ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് വസന്തയോട്. ഐഷ പോറ്റി നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നായി പറയുന്നേ? ഐഷ പോറ്റി 3 തവണ മത്സരിച്ചു. 4ാം തവണ മത്സരിക്കാൻ സീറ്റ് കിട്ടാതായപ്പോൾ അസ്വസ്ഥയായി. പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല, ഒരു ജില്ലാ കമ്മിറ്റിയിൽ പോലും പങ്കെടുത്തിട്ടില്ല. ഏരിയയിൽ നിന്ന് അവർ ഒഴിവായി. ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണ്, എനിക്ക് ഓടി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിരമിച്ചു. അത് കഴിഞ്ഞ് സേവാഭാരതിയുടെ പരിപാടിയിൽ പോയി അഭിമാനത്തോടെ പങ്കെടുത്തു. അതിനുശേഷം നിങ്ങളുടെ ക്യാമ്പിൽ വന്നു. നിങ്ങൾ ഏത് കമ്മിറ്റിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നു എന്നാണ് ഈ പറയുന്നത്? അല്ല, ഞാൻ അതിലാണ് വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞത്. 2023 വരെ, അതായത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടി സീറ്റ് നിഷേധിക്കപ്പെട്ടത് 2023-ലല്ലോ, 2023 വരെ അവരുടെ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുത്ത ആളാണ് ഐഷ പോറ്റി. ജില്ലാ കമ്മിറ്റി ഞാൻ മനസ്സിലാക്കുന്ന ഒറ്റ DC അവർ പങ്കെടുത്തിട്ടില്ല. അവർ DC പങ്കെടുക്കാനോ ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുക്കാനോ പാർട്ടി പരിപാടികളിൽ പ്രയത്നിക്കാനോ ഒന്നുമല്ല. അവരാഗ്രഹിക്കുന്നത് പാർലമെന്ററി പൊസിഷൻസ് ആണ്. 3 തവണയായപ്പോൾ മാറി നിൽക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ അവരോടും പറഞ്ഞു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ പാർട്ടി പ്രവർത്തനവും നിർത്തി, സ്വാഭാവികമായും ഒഴിഞ്ഞു. അതിനുശേഷം സേവാഭാരതിയിലൊക്കെ പരിപാടിയിലും പോയി. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടി. അല്ലാതെ CPM-ൽ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ CPM-മാർ എന്തോ മഹാദ്രോഹം ചെയ്തു എന്നതുകൊണ്ട് വേദനിച്ചിറങ്ങി വരികയാണ് എന്നൊന്നും ഇവിടെ ആർക്കും തോന്നുന്നില്ല.